ടെക്നോളജി കോഴ്സിന്റെ 8ാമത്തെ ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ 2ാമത്തെ യൂണിറ്റായ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി ഈ യൂണിറ്റ് നമുക്ക് തീർക്കാം. ഇഞ്ചക്ഷൻ മോൾഡിങ്ങിനെ കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മെഷീൻ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ, അതുപോലെ തന്നെ ഒരു മെഷീൻ ഷട്ട് ഡൗൺ പ്രൊസീജിയർ, അതുപോലെ ഇഞ്ചക്ഷൻ മോൾഡ് ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകാവുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെ, അതിനെന്തൊക്കെ റെമഡീസ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിലേക്ക് പോവാം. സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഫുൾ സ്വിംഗ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. മിക്കവാറും കമ്പനികളിലെല്ലാം തന്നെ ഓരോ മെഷീനും ഓരോ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു സാമ്പിൾ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, മെഷീന്റെ മെയിൻ സ്വിച്ച് ഓൺ ആക്കുക. അതായത് മെഷീനെ പവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്വിച്ച് ഓൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാരൽ ടെമ്പറേച്ചറും മോൾഡ് ടെമ്പറേച്ചറും സെറ്റ് ചെയ്യണം. ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെർമോകപ്പിൾസ് എല്ലാം കറക്റ്റ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ മോട്ടർ ഓൺ ചെയ്യാം. മെയിൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇഞ്ചക്ഷൻ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മോട്ടറിനെയാണ് മെയിൻ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം മോൾഡ് ഓപ്പൺ ചെയ്യുക. മോൾഡ് ഓപ്പൺ ചെയ്തിട്ട് റെഗുലർ ആയിട്ടുള്ള ചെക്കുകളൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അഴുക്കിരിപ്പുണ്ടോ, ചെറിയ ഡാമേജ് ഉണ്ടോ, എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം മോൾഡ് സർഫസ് എല്ലാം നന്നായി ക്ലീൻ ചെയ്യുക. മോൾഡ് ക്ലീൻ ആക്കിയതിന് ശേഷം മെഷീൻ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്തിട്ട് മോൾഡ് അടയ്ക്കുക. മെഷീൻ സാധാരണ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകളിൽ 3 മോഡ് ഉണ്ടായിരിക്കും. 1 മാനുവൽ മോഡ്, 2 സെമി ഓട്ടോമാറ്റിക് മോഡ്, 3 ഫുള്ളി ഓട്ടോമാറ്റിക് മോഡ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാനുവൽ മോഡിലായിരിക്കും പ്രവർത്തിക്കുക. ഇനി മോൾഡ് അടച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ഇത് ഇഞ്ചക്ഷൻ യൂണിറ്റ് മോൾഡുമായിട്ട് കറക്റ്റായിട്ട് മേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് നമ്മുടെ നോസിൽ വന്നിട്ട് സ്ക്രൂ ബുഷിലേക്ക് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ ബാരൽ ടെമ്പറേച്ചറും മോൾഡ് ടെമ്പറേച്ചറും എല്ലാം കൃത്യമായിട്ട് എത്തിച്ചേർന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നോക്കുക. അത് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിനെ ഫീഡ് ഹോപ്പറിലേക്ക് ലോഡ് ചെയ്യുക. ഇനി നമുക്ക് പർജ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് നോക്കണം. പർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീന്റെ അകത്തുള്ള മെറ്റീരിയൽ, പഴയ മെറ്റീരിയൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പർജ് ചെയ്ത് പുറത്തേക്ക് കളയണം. എന്നിട്ട് വേണം നമുക്ക് മോൾഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് മെറ്റീരിയൽ വെറുതെ പുറത്തേക്ക് മോൾഡ് വെക്കാണ്ട് ഇഞ്ചെക്ട് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കും. നല്ല മെറ്റീരിയൽ വരുന്നവരെ അതിനെയാണ് പർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മാനുവൽ മോഡിലാണ് ചെയ്യുന്നത്. അതുപോലെ പർജ് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ സ്പീഡും ഇഞ്ചക്ഷൻ പ്രഷറും എല്ലാം വളരെ കുറച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ഇല്ല, നേരെ വെറുതെ പുറത്തേക്കാണ് ഇഞ്ചക്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ നല്ല പ്രഷറിൽ ചെയ്താൽ ഇത് ചീറ്റി തെറിച്ച് ദൂരേക്കൊക്കെ പോകും. അപ്പൊ നമുക്ക് അങ്ങനെ പോകണ്ട, നമുക്ക് ജസ്റ്റ് അകത്തുള്ള മെറ്റീരിയൽ പുറത്തേക്ക് പർജ് ചെയ്ത് വന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ പ്രഷറിലും സ്പീഡിലും ഒക്കെ ആയിരിക്കും പർജ് ചെയ്യുക. അപ്പൊ പർജിങ്ങിന്റെ സെറ്റിംഗ്സ് ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് മാനുവൽ മോഡിൽ നമ്മളൊന്ന് സ്ക്രൂ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്ര റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഹോപ്പർ ഓപ്പൺ ചെയ്യുക. ഹോപ്പർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ, നമ്മൾ ഹോപ്പറിൽ ലോഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ മെഷീന്റെ അകത്തേക്ക് പോകുന്നത്. മെഷീന്റെ അകത്തേക്ക് മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ സ്ക്രൂ കറങ്ങുന്നതനുസരിച്ചിട്ട് മെറ്റീരിയൽ ഉരുകി മുന്നിലേക്ക് വരും. ഇനി നമുക്ക് പർജ് ചെയ്യാം. അപ്പൊ കുറേശ്ശെ നമ്മൾ ഓരോ ഷോട്ടായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് പുറത്തേക്ക് മെറ്റീരിയൽ കളയും. അപ്പൊ വരുന്ന മെറ്റീരിയൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മെറ്റീരിയലാണ് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പർജിങ് നിർത്താം. അകത്തുള്ള കണ്ടാമിനേഷൻസ്, ഡിസ്കളറേഷൻസ്, പഴയ കളറിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആദ്യം ഇഞ്ചെക്ട് ചെയ്ത് പുറത്തേക്ക് പോരും. അതെല്ലാം പോന്ന് കഴിയുമ്പോൾ പർജിങ് നിർത്തിയിട്ട് നമുക്ക് റെഗുലർ പ്രൊഡക്ഷനിലേക്ക് പോവാം. ഈ പുറത്ത് വന്ന മെൽറ്റിന്റെ ടെമ്പറേച്ചർ നമുക്കൊന്ന് പൈറോമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആണോ, നമ്മുടെ മെൽറ്റ് ടെമ്പറേച്ചർ കറക്റ്റ് ആണോ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പർജിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പർജിങ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് മെഷീൻ എല്ലാം ക്ലീൻ ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് വരാം. അപ്പോൾ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രൂ ബുഷിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ, അതെല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക.
അതിനുശേഷം നമ്മൾ നേരത്തെ പർജിങ്ങിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ പ്രഷറും സ്പീഡും കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൂട്ടി കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവരിക. ഇനി മോൾഡിലേക്ക് കൂളിംഗ് വാട്ടർ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇനി മെഷീൻ മാനുവൽ മോഡിലിട്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഷോർട്ട് വെയിറ്റിനനുസരിച്ചിട്ട് അതിന്റെ സ്ക്രൂവിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യണം. അതിനുശേഷം മോൾഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെമി ഓട്ടോമാറ്റിക് മോഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡിലേക്ക് നേരിട്ട് പോവില്ല, സെമി ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോവുക. മാനുവൽ മോഡ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അതായത് ഇഞ്ചക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കണം, അപ്പോഴേ ഇഞ്ചക്ഷൻ നടക്കുകയുള്ളൂ. മോൾഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾഡ് ക്ലോസ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ കൊടുക്കണം, അപ്പോഴേ മോൾഡ് ക്ലോസ് ആവുള്ളൂ. അതാണ് മാനുവൽ മോഡ്. സെമി ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സെമി ഓട്ടോമാറ്റിക് മോഡിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ മതി, അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുക. അതായത് ഒരു പ്രോഡക്റ്റ് ചെയ്യാനുള്ള മോൾഡ് ക്ലോസ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അതിനുശേഷം മോൾഡ് തുറന്ന് പ്രോഡക്റ്റ് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് മെഷീൻ നിൽക്കും. അടുത്തത് സ്റ്റാർട്ട് ചെയ്യണം വേണ്ടത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് കൊടുത്താലേ സെമി ഓട്ടോമാറ്റിക് മോഡിൽ വർക്ക് ചെയ്യുള്ളൂ. ആദ്യത്തെ കുറച്ച് മോൾഡിങ്ങുകൾ നമ്മൾ സെമി ഓട്ടോമാറ്റിക് മോഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് മോഡ് സെലക്ട് ചെയ്തിട്ട് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു മോൾഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് മെഷീൻ നിൽക്കും. ഒരു പ്രൊഡക്ഷൻ നോർമൽ ആവണ വരെ ഈ സെമി ഓട്ടോമാറ്റിക് മോഡിൽ നമ്മൾ ഓരോന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, സ്ക്രൂ സ്പീഡ് ഒക്കെ ഫൈൻ ട്യൂൺ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മൾ ഒരു സാമ്പിൾ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് ക്വാളിറ്റി കൺട്രോളിൽ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ആക്സെപ്റ്റൻസ് കറക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിൽ നമുക്ക് പറയാനുള്ളത്. ഇത് കൃത്യമായിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല. പല കമ്പനികളിലും ഓരോ മെഷീനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എന്നാലും നമ്മൾ ഒരു ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ പോലെ തന്നെ നമുക്കിനി ഷട്ട് ഡൗൺ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഷട്ട് ഡൗൺ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെഷീൻ ഓഫ് ആക്കുന്ന പ്രൊസീജിയറാണ്. അതായത് ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല, നമ്മൾ ഇന്നത്തെ പ്രൊഡക്ഷൻ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഷീൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ നിർത്താറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഹോപ്പർ ക്ലോസ് ചെയ്യും. അതായത് ഹോപ്പറിൽ നിന്ന് പിന്നെ മെറ്റീരിയൽ ബാരലിനകത്തേക്ക് പോവില്ല. അതായത് പിന്നെ പുതിയ മെറ്റീരിയൽ ബാരലിനകത്തേക്ക് വരില്ല. അങ്ങനെ ഹോപ്പർ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ മോൾഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മെറ്റീരിയൽ തീരാറാവുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മുടെ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് ഫില്ലാവാത്ത പ്രോഡക്റ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സ്ക്രൂ പുറകിട്ട് പോകാതെയാവും. സ്ക്രൂ പുറകിട്ട് പോകാതെയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂവിന്റെ മുന്നിലേക്ക് മെറ്റീരിയൽ വരുമ്പോഴാണ് ആ പ്രഷർ കാരണമാണ് സ്ക്രൂ പുറകിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ മെറ്റീരിയൽ തീർന്നു കഴിയുമ്പോൾ സ്ക്രൂ പുറകിലേക്ക് നീങ്ങാതെയാവും. അപ്പോൾ ഒന്നുകിൽ സ്ക്രൂ പുറകിലേക്ക് നീങ്ങാതെയാവും, അല്ലെങ്കിൽ നമ്മുടെ മോൾഡിനകത്ത് മോൾഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത പ്രോഡക്റ്റ് കിട്ടാതെയാവും. ഈ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ മെഷീൻ മാനുവൽ മോഡിലേക്ക് മാറ്റുക. എന്നിട്ട് മോൾഡിന്റെ കൂളിംഗ് വാട്ടർ സർക്കുലേഷൻ ക്ലോസ് ചെയ്യുക. മോൾഡ് തുറന്നിട്ട് ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ഇജക്ട് ചെയ്യുക. അതുപോലെ ഇഞ്ചക്ഷൻ യൂണിറ്റ് പുറകിലേക്ക് നീക്കുക. എന്നിട്ട് ഇഞ്ചക്ഷൻ പ്രഷറും ഇഞ്ചക്ഷൻ സ്പീഡും ഒക്കെ കുറച്ചിട്ട് പർജിങ് സ്റ്റാർട്ട് ചെയ്യുക. പർജ് ചെയ്ത് അതിനകത്തുള്ള റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള മെറ്റീരിയൽ മുഴുവനും പർജ് ചെയ്ത് പുറത്തേക്ക് കളയുക. മോൾഡ് ഇൻസ്പെക്ട് ചെയ്യുക. മോൾഡിനകത്തുള്ള എന്തെങ്കിലും റെസിഡ്യൂൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. എന്നിട്ട് മോൾഡിൽ പ്രൊട്ടക്റ്റീവ് സ്പ്രേ അടിക്കുക. മോൾഡ് ക്ലോസ് ചെയ്യുക. മോൾഡ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് വന്ന് മുട്ടാനേ പാടുള്ളൂ. ടണ്ണേജ് ഒന്നും കൊടുക്കാൻ പാടില്ല, പ്രഷർ കൊടുക്കാൻ പാടില്ല. ഹീറ്റേഴ്സ് എല്ലാം ഓഫ് ചെയ്യുക. കൺട്രോൾ സിസ്റ്റം ഓഫ് ചെയ്യുക. മെയിൻ ഓഫ് ചെയ്യുക. മെഷീൻ ഇരിക്കുന്ന ഏരിയ എല്ലാം ക്ലീൻ ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഷട്ട് ഡൗൺ പ്രൊസീജിയർ ഉള്ളത്. വെറുതെ ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ അതിനകത്ത് നിന്ന് സെറ്റ് ആവുകയും പിന്നീട് അടുത്ത സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിന് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം ഡിലേ വരികയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സും ഷട്ട് ഡൗൺ പ്രൊസീജിയേഴ്സും എല്ലാം കൃത്യമായിട്ട് പാലിക്കണം നമ്മൾ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ സാധാരണ വരുന്ന ഡിഫക്റ്റുകൾ, അതായത് നമ്മുടെ പ്രോഡക്റ്റിൽ കണ്ടുവരുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ ആ ഡിഫക്റ്റ് ഇല്ലാണ്ടാക്കാം, ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യത്തെ ഒരു ഡിഫക്റ്റാണ് ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബബിൾസ് എന്ന് പറയും. അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ സർഫസിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് വരിക. ഈ ബബിൾസ് വരുന്നത് എയർ ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ ഒന്നുകിൽ ഇഞ്ചക്ഷൻ പ്രഷർ കുറവായിരിക്കും. അപ്പൊ നല്ല പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യാത്തതുകൊണ്ട് അതിനകത്തുള്ള എയർ ബബിൾസ് പോയിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും ട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രോഡക്റ്റിൽ വരും.
ഇനി 2 ഇഞ്ചക്ഷൻ സ്പീഡ് ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. ഇഞ്ചക്ഷൻ സ്പീഡ് ഹൈ ആണെങ്കിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള എയർ ബബിൾസിന് പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും എയർ എൻട്രാപ്മെന്റ് വരാം. ഇനി അടുത്തൊരു കാര്യം, ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും മെറ്റീരിയലിന്റെ. അപ്പോൾ ചിലപ്പോൾ ഡീകമ്പോസിഷൻ വന്നിട്ട് എന്തെങ്കിലും ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇനി വേറൊരെണ്ണം, ബാക്ക് പ്രഷർ കുറവായിരിക്കും. ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ സ്ക്രൂവിന്റെ മുമ്പിൽ മെറ്റീരിയൽ അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് ബാക്ക് പ്രഷർ എന്ന് പറയുന്നത്. നല്ല ബാക്ക് പ്രഷർ ഉണ്ടെങ്കിൽ മെറ്റീരിയൽ അവിടെ വെച്ച് തന്നെ ഒന്ന് കംപ്രസ്ഡ് ആയിട്ട് അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ വേണേൽ പോയേക്കാം. ചിലപ്പോൾ ബാക്ക് പ്രഷർ കുറഞ്ഞാൽ ഇത്തരം എയർ ബബിൾസ് വരാം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, ബാക്ക് പ്രഷർ ചെക്ക് ചെയ്യുക, ഇഞ്ചക്ഷൻ പ്രഷർ ചെക്ക് ചെയ്യുക, ഇഞ്ചക്ഷൻ സ്പീഡ് ചെക്ക് ചെയ്യുക. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സുമായിട്ട് ഒത്തു പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എവിടെയാണോ മാറ്റം വന്നിട്ടുള്ളത് അവിടെ കറക്റ്റ് ചെയ്യുക. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ബ്ലാക്ക് സ്പെക്സ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ, ഡാർക്ക് ഡിസ്കളറേഷൻസ് ഒക്കെ നമ്മുടെ പ്രോഡക്റ്റിൽ വരിക എന്നുള്ളത്. ഇത് മെയിനായിട്ട് മെറ്റീരിയലിന്റെ ഡീഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടി പോവുകയാണെങ്കിൽ മെറ്റീരിയൽ ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്തിട്ട് കറുത്ത കളറിൽ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം. ഇനി ബാരലിന്റെ റെസിഡൻസ് ടൈം കൂടുതലാണെങ്കിൽ ഇതുപോലെ കൂടുതൽ സമയം മെറ്റീരിയൽ ഹൈ ടെമ്പറേച്ചറിൽ കിടക്കുമ്പോൾ ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് ഡിസ്കളറേഷൻസ് വരാം. ഇനി ബാക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ ഇതുപോലെയുള്ള ഡിസ്കളറേഷൻസ് വരാം. സ്ക്രൂ സ്പീഡ് കൂടുതലാണെങ്കിലും ഇതുപോലെയുള്ള ഡാർക്ക് സ്പോട്ടുകൾ വരാം. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട സൊല്യൂഷൻ ചെയ്യുക. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് മെറ്റീരിയൽ വരിക. അതായത് ഈ ഒരു പ്രോഡക്റ്റില് ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു പീസ്, ഇത്രയും ഭാഗമൊക്കെ എക്സ്ട്രാ ആയിട്ട് പ്ലാസ്റ്റിക് മോൾഡിന്റെ ഇടയിലേക്ക് ഒഴുകി വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആകുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഫ്ലാഷ് വരാൻ പാടില്ല. അങ്ങനെ ഫ്ലാഷ് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇഞ്ചക്ഷൻ സ്പീഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രഷർ കൂടുതലായിരിക്കും. ഇനി അതല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയിട്ട് മെറ്റീരിയലിന് വിസ്കോസിറ്റി കുറഞ്ഞിട്ട് മെറ്റീരിയൽ തള്ളിക്കയറി വരുന്നതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യേണ്ടതായിരിക്കാം. അതല്ലെങ്കിൽ മോൾഡിന്റെ ക്ലാമ്പിംഗ് പ്രഷർ ശരിയല്ലായിരിക്കാം. ഇനി അതല്ലെങ്കിൽ മോൾഡിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പൊ ഇതിൽ ഏതാണ് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ഫ്ലോ ലൈൻസ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ഒഴുകിയ പാടുകൾ നമ്മുടെ പ്രോഡക്റ്റിൽ കാണാൻ സാധിക്കും. ഇത് സാധാരണ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്ഷൻ പ്രഷർ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്പീഡ് കുറവാണ്, പയ്യാണ് ഇഞ്ചക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒഴുകി പോകുന്ന പാട് ചിലപ്പോൾ അങ്ങനെ കാണാം. അതുപോലെ മെൽറ്റിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിലും ഇതുപോലെയുള്ള ഫ്ലോ മാർക്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മെൽറ്റ് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കൂട്ടി കൊടുക്കുക. അതല്ല ഇഞ്ചക്ഷൻ സ്പീഡാണ് കുറവെങ്കിൽ ഇഞ്ചക്ഷൻ സ്പീഡ് ഒന്ന് കൂട്ടി നോക്കുക. അങ്ങനെ നമുക്ക് ഈ ഫ്ലോ മാർക്സ് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ജെറ്റിങ്. ജെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിനകത്തേക്ക് മെറ്റീരിയൽ കയറി കഴിയുമ്പോൾ മോൾഡിനകത്ത് എല്ലായിടത്തുമായിട്ട് ഒരുപോലെ അത് ഒഴുകി മുന്നോട്ട് പോകണം. അതിന് പകരം ആ ഗേറ്റിന്റെ ഷേപ്പിൽ തന്നെ നേരെ അകത്തേക്ക് പോവുക, അതിങ്ങനെ വളഞ്ഞു ഇങ്ങനെ പോവുക. അപ്പൊ ആ സമയം കൊണ്ട് അത് കുറച്ച് സോൾഡിഫൈ ചെയ്യും, തണുത്തിട്ട് സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ബാക്കി പിന്നെ മെറ്റീരിയൽ വന്ന് നിറഞ്ഞാലും ഇത് കൃത്യമായിട്ട് എല്ലാ ഭാഗമായിട്ട് ഈ ആദ്യം വന്ന ഭാഗം ചേർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒഴുകിയ ഒരു പാട് പോലെ ഇങ്ങനെ കാണുകയും ചെയ്യാം, അവിടെ വെച്ച് പെട്ടെന്ന് ബ്രിട്ടിലായി പോവുകയും ചെയ്യും. അപ്പൊ അതിനെയാണ് ജെറ്റിംഗ് എന്ന് പറയുന്നത്. ജെറ്റിംഗ് സാധാരണ സംഭവിക്കുന്നത് ഇഞ്ചക്ഷൻ സ്പീഡ് ഹൈ ആണെങ്കിൽ, അതുപോലെ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിലൊക്കെയാണ് ജെറ്റിംഗ് സംഭവിക്കുക. അടുത്ത ഡിഫക്റ്റ് ആണ് ഷോർട്ട്. അതായത് നമ്മുടെ മോൾഡ് ക്യാവിറ്റി ഫുൾ ആയിട്ട് ഫിൽ ആവാതെ വരും. അതായത് നമ്മൾ പാർഷ്യലി മോൾഡഡ് ആയിട്ടുള്ള പീസുകൾ കിട്ടും. അങ്ങനെ വരുന്നത് ഒന്നുകിൽ മെൽറ്റിന്റെ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രഷർ ഇഞ്ചക്ഷൻ സ്പീഡൊക്കെ കുറഞ്ഞു പോയത് കൊണ്ടാണ്. അപ്പൊ ഇത് ഇഞ്ചക്ഷൻ സ്പീഡ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രഷർ കൂട്ടാം. അതല്ല മെൽറ്റിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത് കൂട്ടി കൊടുക്കുക. അടുത്തൊരു ഡിഫക്റ്റ് ആണ് സിങ്ക് മാർക്സ്. സിങ്ക് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കനം കൂടിയ പ്രോഡക്റ്റുകളിലാണ് ഇത്തരം ഡിഫക്റ്റുകൾ വരിക. അതായത് കനം കൂടിയ പ്രോഡക്റ്റില് കനം കൂടിയ ഭാഗത്ത് ചെറിയ ഡിപ്രഷൻസ്, കുഴി പോലെ ചെറിയ ഡിപ്രഷൻസ് വരും. അതല്ലെങ്കിൽ ആ കനം കൂടിയ ഭാഗത്ത് ഉള്ളിൽ കുറച്ച് വോയിഡ്സ് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിനാണ് സിങ്ക് മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണ വരുന്നത് ഇഞ്ചക്ഷൻ സ്പീഡ് വളരെ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ഹോൾഡിംഗ് പ്രഷർ കുറഞ്ഞു പോകുമ്പോഴോ ഹോൾഡിംഗ് ടൈം കുറഞ്ഞു പോകുമ്പോഴൊക്കെയാണ് ഇത്തരം പ്രോബ്ലംസ് വരുന്നത്. അടുത്തൊരു ഡിഫക്റ്റ് ആണ് സിൽവർ സ്ട്രീക്സ്. സിൽവർ സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മോയ്സ്ചർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ഈ മോയ്സ്ചർ പ്ലാസ്റ്റിക്കിൽ ഉണ്ടെങ്കിൽ
അത് മോൾഡിനകത്തേക്ക് വരുമ്പോൾ ആ മോയ്സ്ചർ ഒരു ബബിള് പോലെ വരികയും ആ ബബിള് സർഫസിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് ബേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബബിള് പൊട്ടിയ പോലത്തെ ഒരു ഡിസൈൻ സർഫസിൽ വരികയും ചെയ്യും. ഇതിനെയാണ് സിൽവർ സ്ട്രീക്സ് എന്ന് പറയുന്നത്. സാധാരണ മോയ്സ്ചർ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഒന്നുകിൽ നമ്മുടെ റോ മെറ്റീരിയലിൽ മോയ്സ്ചർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂളിംഗ് വാട്ടർ ഉപയോഗിക്കുന്ന കാരണം മോൾഡിനകത്ത് വേണമെങ്കിൽ വാട്ടർ കണ്ടൻസ് ചെയ്ത് വേണമെങ്കിൽ വരാം. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിന് നല്ല രീതിയിലുള്ള പ്രീ ഡ്രൈയിങ് കൊടുക്കുക, അതുപോലെ മോൾഡിനകത്ത് കണ്ടൻസ് ചെയ്തിട്ടുള്ള വെള്ളം വരാതെ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് സിൽവർ സ്ട്രീക്സ് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഒരു ഡിഫക്റ്റ് ആണ് വെൽഡ് ലൈൻ. വെൽഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിനകത്തേക്ക് മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പീസിന്റെ രണ്ട് വശത്തൂടെ ഒഴുകി വന്നിട്ട് മെറ്റീരിയൽ വീണ്ടും ഇങ്ങനെ വന്ന് ജോയിന്റ് ആവുകയാണെങ്കിൽ ഈ വന്ന് ജോയിന്റ് ആവുന്ന ഭാഗത്തിനെയാണ് വെൽഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചിലപ്പോൾ നല്ല രീതിയിലൊരു വെൽഡ് ലൈൻ പോലെ ഒരു മാർക്ക് കാണുകയും അവിടെ വെച്ചിട്ട് പാർട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്ഷൻ പ്രഷർ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്പീഡ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇങ്ങനെ ഒഴുകി വരുന്ന സമയം കൊണ്ട് കുറച്ച് സോൾഡിഫൈ ചെയ്യും, കുറച്ച് തണുത്തു പോകും. അപ്പൊ ഈ ജോയിന്റ് ആകുമ്പോഴത്തേക്ക് ഈ ജോയിന്റ് ശരിക്ക് നന്നായിട്ട് മെർജ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ് വെൽഡ് ലൈൻ എന്ന് പറഞ്ഞ ഡിഫക്റ്റ്. ഈ വെൽഡ് ലൈൻ ഇല്ലാതാക്കാനായിട്ട് ഇഞ്ചക്ഷൻ സ്പീഡ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രഷർ കൂട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ മോൾഡിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് മോൾഡിന്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ അങ്ങനെ ഉള്ള രീതികളിലൂടെ ട്രയൽ ആൻഡ് എററിലൂടെ നമുക്ക് ഈ വെൽഡ് ലൈൻ ഇല്ലാണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ കോമൺ ആയിട്ട് കാണുന്ന ഡിഫക്റ്റുകൾ. ഇനിയും കുറെ ഡിഫക്റ്റുകളുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താലും നമ്മൾ ആക്ച്വൽ ആയിട്ട് ഡിഫക്റ്റ് കണ്ടു പഠിച്ചില്ലെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവില്ല. അപ്പൊ അത് പിന്നീട് ലാബിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തോ നമുക്ക് ഈ ഡിഫക്റ്റുകളൊക്കെ ശരിക്കും നേരിട്ട് കണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിന്റെ യൂണിറ്റ് ഇവിടെ തീരുകയാണ്. നമുക്ക് ഫസ്റ്റ് 2 യൂണിറ്റുകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇപ്പൊ 8 വീഡിയോ ആയി. 8 വീഡിയോയും എല്ലാവരും ഒന്നുകൂടി ആവർത്തിച്ച് കാണുക. എല്ലാവരും ഒരു സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ, ഒരു ഷട്ട് ഡൗൺ പ്രൊസീജിയർ, അതുപോലെ കോമൺ ആയിട്ട് കാണുന്ന ഡിഫക്റ്റുകൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ റെമഡീസ്, ഇതെല്ലാം ഈ വീഡിയോ നോക്കി കുറിച്ചെടുക്കുക. എന്നിട്ട് അതൊരു അസൈൻമെന്റ് ആക്കി സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ യൂണിറ്റ് എക്സ്ട്രൂഷനെ കുറിച്ചാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.